ഡിസംബർ 1 ഇന്ന്. അപ്പൊ ഞങ്ങൾ ഇന്ന് പോകുന്നത് അൽഖുദ്ര ലേക്കിൽ. ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കൽബയല്ലേ? കൽബയിലത്തെ വിശേഷങ്ങളൊക്കെ അടിപൊളി സ്ഥലമാണ് കേട്ടോ. അപ്പൊ എന്തായാലും ഒരു പ്രാവശ്യം എല്ലാവരും പോയി കാണണം. തണുപ്പുള്ളപ്പോ നല്ല രസം. ഞങ്ങൾ അവിടെ എന്തായാലും ഒരു ക്യാമ്പിംഗ് സ്പോട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്തായാലും ഞങ്ങള് പോണം. ഡിസംബർ ആയി, ജനുവരി സമയം ഉണ്ടല്ലോ. തണുപ്പ് കഴിഞ്ഞൊക്കെ മുമ്പ് ഒരു ദിവസം കൂടി ഒന്ന് പോണം. പിന്നെ ഞങ്ങൾ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് അൽഖുദ്ര ലേക്കിലേക്കാണ്. നമ്മള് 2 ഓപ്ഷൻ ഉണ്ട് ഇപ്പൊ നമ്മുടെ കയ്യില്. അൽഖുദ്രയുണ്ട്, ലവ് ലേക്കും ഉണ്ട്, ഫ്ലെമിംഗോ ലേക്കും ഉണ്ട്. ഏതാണ് കിട്ടണേ? ഫാമിലീസ് കൂടുതലും ഏത് ഭാഗത്താണ് നോക്കും നമ്മള്. അവിടെ നോക്കിയിട്ട് ക്യാമ്പ് ചെയ്യാന്ന് വിചാരിച്ചിട്ട് നമ്മള് ക്യാമ്പ് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് പോണത്. നമ്മളെല്ലാ സെറ്റപ്പോട് കൂടിയാണ് പോണത്. അപ്പൊ കാണാട്ടാ. പിന്നെ അവിടെ എത്തിയിട്ട് നമുക്ക് വിശേഷങ്ങൾ കാണാം. ലക്ഷ്മി എന്തോ പറയുന്നുണ്ട്. ബ്ലൂടൂത്ത് സ്പീക്കർ ഒക്കെ പിടിച്ചിട്ടുണ്ട്. ഹായ്, നമുക്കപ്പോ ഒരു അരുവിയുടെ അടുത്ത് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടാ. ഇപ്പൊ ദാ ഇവിടെ ചേട്ടൻ ലച്ചു കണലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ചാർക്കോള് കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി അത് ആയതിനു ശേഷം നമുക്ക് ഇവിടെ ചിക്കനൊക്കെ പരട്ടി വെച്ചിട്ടുണ്ട്. മയോണൈസും കുബൂസും ഒക്കെ ഉണ്ട്. നമുക്ക് ചുട്ടിട്ട് കഴിക്കാം. ചോളുണ്ട്. പിന്നെ എന്താ ഉള്ളത്? പൊട്ടാറ്റോ ഉണ്ട്. ഡ്രാഗൺ ഫ്രൂട്ട് പൊരിക്കാൻ പറ്റില്ല. തക്കാളി, നമ്മുടെ ഇത് കൊണ്ടുവന്നിട്ടുണ്ട് അല്ലേ ചേട്ടാ? ചിക്കൻ സോസേജ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അതെല്ലാം കഴിക്കാം. ഒരു ഫിഷും ഉണ്ട്, കരിമീൻ. ഹായ്. അപ്പൊ നമ്മള് ഫസ്റ്റ് സെറ്റ് ചിക്കൻ വെച്ചു. തീ കത്തുണ്ടല്ലോ. അതതിന്റെ ഫാറ്റ് ഉരുകിയിട്ടേ ചിക്കൻ്റെ. ഇതേ കണ്ടോ? നമ്മുടെ ഫസ്റ്റ് സെറ്റ് നമ്മൾ വെച്ച് കഴിഞ്ഞു. ഇവരതിന്റെ ഇടയിൽ കൂടെ ഡ്രാഗൺ ഫ്രൂട്ട് അടിച്ചോണ്ടിരിക്കും. വിഷം കിട്ടി വയ്യാന്ന് സമയായി. ഇതാണെങ്കിൽ കുറച്ച് സമയം പിടിക്കുക. കിട്ടൊന്ന് മറച്ചു വെച്ച പൊന്നത് ലച്ചു ടോർച്ച്. അപ്പൊ അങ്ങനെ നമ്മുടെ ലൈറ്റ് കാണിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് സെറ്റ് റെഡി ആയിക്കൊണ്ടിരിക്കണു. കണ്ടോ? നന്നായി നിൽക്ക് ലച്ചു, വെയിറ്റ്. നന്നായി മുറിഞ്ഞ് വരുന്നുണ്ട്. ഇവിടെ ഇപ്പം ഞങ്ങളുടെ ടെൻറ്റ് കാണാണ്ടോ? നിങ്ങൾക്ക് അങ്ങോട്ട് കാണിച്ചേടാ, പൊന്തിച്ച് കാണിക്കേ. ബ്ലാക്ക് ആണോ അത്? ടെൻറ്റ് ഇട്ടുണ്ട്. അശ്വതി ഇവിടെ ഇരിക്കുന്നുണ്ട് കസേരയിൽ. ഞങ്ങൾ പായ വിരിച്ച് അങ്ങോട്ട് കാണിച്ചേ. സാധനങ്ങളൊക്കെ വെച്ച് നമ്മുടെ കാറ് ഇവിടെ അടുത്ത് തന്നെ കിടക്കുന്നുണ്ട്. ലച്ചു ആണത്. അങ്ങനെ പാട്ട് വെക്കി. ബ്ലൂടൂത്ത് സ്പീക്കറൊക്കെ വെച്ച് ഞങ്ങൾ അടിച്ച് പൊളിച്ച് ഇന്നത്തെ രാത്രി മുഴുവൻ ഇവിടെ കിടക്കാൻ പോവാണ്. അപ്പൊ നമ്മൾ അടുത്തത് കോൺ വെച്ചു. താഴ്ത്തി കാണിക്കും, ലൈറ്റ് കാണിക്കും. കോൺ ചൂടാൻ വെച്ചു കേട്ടോ. ചിക്കൻ നമ്മള് കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. പിന്നെ ഇതും കൂടി ഒന്ന് നോക്കട്ടെ. സോസേജ് കോഫി. ഇതാണ് കേട്ടോ. നിങ്ങൾക്ക് ഞങ്ങൾ നാളെ രാവിലെ കാണിച്ചു തരാം. ഇതൊരു ലേക്കാണ്. ലേക്കിൻ്റെ ചുറ്റുമാണ് നമ്മളിങ്ങനെ ടെൻ്റ് അടിച്ച ഓരോ ലൈറ്റ് കണ്ടോ നിങ്ങൾ? അതിങ്ങനെ ഓരോരുത്തർ ടെൻ്റ് അടിച്ചൊക്കെയാണ്. ഇവിടെ അശ്വതി കസാരമേ ഇരിക്കണു. പിന്നെ ഞങ്ങളുടെ ടെൻറ്റ് തന്നെ പകല് കാണിച്ചു തരാം നിങ്ങൾക്ക്. ലച്ചു ഞങ്ങളുടെ കാർ ഇവിടെ അടുത്ത് തന്നെ കിടക്കുന്നുണ്ട്. ഞങ്ങളുടെ പരിപാടികൾ കഴിഞ്ഞു. ഞങ്ങൾ ചോളം ചുട്ടു. ചിക്കൻ സോസേജ് ബാക്കി ഇരിക്കുന്നുണ്ടായിനി. ഞങ്ങൾ അവസാനം എന്ത് ചെയ്തു? ഞങ്ങളുടെ കണൽ കണ്ടോ? അതിൽ 4 മുട്ട പുഴുങ്ങാനിട്ടു ഞങ്ങൾ നാളെ രാവിലേക്ക്. ഓക്കെ. ഇവിടെ 6 മണിയായിട്ടോ. പക്ഷേ ഒന്നും നല്ല ഇരുട്ട് തന്നെയാണ് ഇപ്പോഴും. പിന്നെ കുറേ വണ്ടികളൊക്കെ പോയി. നമ്മൾ മാത്രമേ ഉള്ളൂ. നമ്മളിപ്പോൾ ടെൻറ്റിൻ്റെ ഉള്ളിലോ നല്ല ഉറക്കമാണ് എല്ലാവരും. അപ്പോൾ ഇതുവരെ രാവിലെ ഒന്നും ആയിട്ടില്ല. സൺറൈസ് കാണാൻ വേണ്ടിയിട്ടാണ് എണീറ്റത്. നമ്മൾ കുറച്ച് നേരം കൂടിയും കഴിഞ്ഞിട്ട് വരാം. ഹലോ, വെരി ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് ഡിസംബർ 2 സൺറൈസാണ് ഇപ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്.
രാവിലെ ഇതാ കിളികൾ ഫുള്ളും ഇങ്ങനെ പറന്നു പോകുന്നുണ്ട് കേട്ടോ. മോർണിംഗ് നല്ല രസമുള്ളൊരു കാഴ്ചയാണ് ഇവിടെ. നല്ല തണുപ്പും വിരലൊക്കെ നല്ല കൂച്ചി പിടിക്കുന്ന പോലത്തെ തണുപ്പുണ്ട്. നല്ല രസമുള്ള സൺറൈസ്. അങ്ങനെ നേരം വെളുത്തു കേട്ടോ. ഇന്നലെ രാത്രി നമ്മൾ കണ്ടില്ലേ, ഭയങ്കര തണുപ്പ്. ഇവിടെ എല്ലാവരും ക്യാമ്പ് ഇട്ടിട്ട് കാറൊക്കെ ഇട്ടിട്ട്. ഇതാണ് നമ്മൾ ഇന്നലെ കണ്ട ലേക്ക് കണ്ടോ. ഇതാണ് നമ്മുടെ ഇന്നലെ ഗ്രില്ല് ചെയ്ത സാധനങ്ങളൊക്കെ. ഇതേ നമ്മുടെ ടെന്റ്. ഇന്നലെ രാത്രി ക്ലിയർ ആയി കണ്ടില്ലല്ലോ. രണ്ടുപേരും നല്ല ഉറക്ക ഉള്ളിൽ കണ്ട. ഇതേ നമ്മുടെ കാറൊക്കെ നോക്കി മഞ്ഞായിട്ട് നിറച്ച് വെള്ളം വന്ന് വീണു. ഇത് കൊക്കല്ല. തീ കായണം നോക്കി. നമുക്ക് ആ ചെയ്താൽ മതിയായിരുന്നു. കാണാതെ കളഞ്ഞു ഞങ്ങൾ. അവിടെ നിറച്ച് ഫ്ലെമിംഗോ ഉണ്ട്. സൂം ചെയ്ത് ക്ലിയർ ആവണില്ല. ഹായ്, കാലത്തെ നമ്മുടെ അതിഥികളെ കണ്ടല്ലോ അല്ലേ. നമ്മുടെ ഫ്ലെമിംഗോസ് ഉണ്ട്, പിന്നെ നല്ല കറുത്ത അരയന്ന പക്ഷികളുണ്ട്. അവരിങ്ങോട്ട് വരും. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് തീറ്റയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവിടെ അവർ ക്രൗഡായിട്ട് അവിടെ ഉള്ളത്. ഇവിടെ കുറച്ച് ആൾക്കാരുണ്ടല്ലോ, മനുഷ്യന്മാർ. അപ്പം അതുകൊണ്ടാണ് ഇവർ ഇങ്ങോട്ട് വരാത്തത് തോന്നുന്നു. പക്ഷെ ഇത്ര നല്ല ഒരു പകൽ ടൈം രാവിലെ എനിക്ക് ലൈഫിൽ ഉണ്ടായിട്ടില്ല. ഞാനും ആദ്യമായിട്ടാണ്. അത്രയും ഭംഗിയുള്ളൊരു പകലാണ് കേട്ടോ. ഞാൻ എൻ്റെ ജീവിതത്തിലെ ഫസ്റ്റ് ടൈമാണ് ഇത്രയും അടുത്ത് ഇങ്ങനെ രാവിലെ ആവുന്നതും നമ്മളെ ഇതൊക്കെ സൺറൈസൊക്കെ നേരിട്ട് കാണുന്നത്. അതെ, ക്യാമ്പ് ചെയ്തിട്ട്. നമ്മൾ കാലത്ത് എഴുന്നേൽക്കുന്നു ജോലിക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള തരികിടയല്ല ചേട്ടൻ. എനിക്കും അതേട്ടാ, കൈ പിടിക്കുമ്പോൾ നല്ല തണുപ്പുണ്ട്. നമ്മുടെ മുതലുകൾ പതുക്കെ നടന്ന് നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ട് തോന്നുന്നു. We are Katta waiting for you, dears. രണ്ടെണ്ണം കടന്നുറങ്ങണം നോക്കി. നല്ല ഉറക്കം. Welcome to the beautiful sunrise in my life. എൻ്റെ ജീവിതത്തിൽ ഇത്ര അടിപൊളിയായിട്ട് സൂര്യൻ ഉദിച്ചു വരുന്നത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. കാലത്ത് ജോലിക്ക് പോലും രാവിലെ സൂര്യൻ എപ്പോൾ ഉദിച്ചു എന്നുള്ളത് പോലും എനിക്കറിയില്ല. ഇപ്പോഴെനിക്ക് മനസ്സിലായത് ഒരു 7 മണിയൊക്കെ ആവും നമ്മളെ ആള് ഇങ്ങനെ പതുക്കെ പൊങ്ങി വരാൻ ഈ വെയിൽ. കാരണം അത്ര തണുപ്പാണ്. ഗ്യാസിൽ ചായ വെച്ചു കേട്ടോ. ഇതാണ് നമ്മുടെ ഗ്യാസ്. ചായ വെച്ചിട്ടുണ്ട്. ഓക്കെ.
വിളിച്ചാകുമ്പോൾ ഒരു ചായയൊക്കെ കുടിച്ചിട്ട് ഇവരുടെ ഈ ശബ്ദവും കേട്ടിരിക്കാനുള്ള ഒരു പ്രത്യേക സുഖമാണ് കേട്ടോ. പല്ലേപ്പിച്ച് കൊടുക്കണോ, അത് തല്ലു വിടണോ? ഇപ്പം രാവിലെ എണീച്ചപ്പന്നെ നമ്മളുടെ ഈ മുമ്പിലുള്ള ലേക്കിൽ ഇങ്ങനെ ബ്ലാക്ക് സ്വാൻ എല്ലാം നീന്തുന്നുണ്ട്. ബോഡി ഫുള്ള് ബ്ലാക്കാ, പക്ഷെ കൊക്ക് മാത്രം റെഡ്. അവരിങ്ങനെ തല താഴ്ത്തി വെച്ചിട്ട് ഫിഷിനെല്ലാം ഫിഷെല്ലാം പിടിക്കാൻ നോക്കാം. നമ്മുടെ ബ്ലാക്ക് സ്വാൻ അടുത്ത് വന്നു. അപ്പോൾ ആ ബ്ലാക്ക് സ്വാൻ നമ്മളുടെ അടുത്തേക്ക് വന്നു. ഇവരുടെ കാല് വെച്ച് ഇവിടെ ഫിഷ് ഉണ്ടോ നോക്കും. വെള്ളം ഫീൽ ചെയ്തവർ തല ഞാൻ താഴ്ത്തിക്ക് ഇടുന്നതാണ് തോന്നുന്നത്. നമ്മളാ ബ്ലാക്ക് സ്വാങ്ങിനെ നോക്കിയിരിക്കുമ്പോൾ തന്നെ ഒരാൾ വന്നു. ഓംലേറ്റ് ഉണ്ടാക്കുന്നു. കഴിക്കണു. ഇവിടെ വേറെ കളർ ഡക്ക് ഉണ്ട്. ഫ്ലെമിംഗോസ് ഒക്കെ വന്നു തുടങ്ങി ഇവിടേക്ക്. പിങ്ക് വന്നിരിക്കുന്നുണ്ട്. നല്ല കളർ. ഇതേനാട്ടോ ഇവിടെ നിറച്ച് ടർക്കി കോഴികൾ. രാവിലെ നമ്മൾ കണ്ടില്ലേ ആ സെയിം ടർക്കി കോഴികൾ കാട്ടിലാണ് കേട്ടോ ഇവർ നിൽക്കണത്. ഇവരാണ് രാവിലെ നേരത്തെ വെള്ളം കുടിക്കാൻ അവിടേക്ക് വന്നത്. അപ്പോൾ നമ്മൾ ക്യാമ്പ് ചെയ്ത ലേക്കില്ലേ അതിൻ്റെ സൈഡിൽ ഇതിലിങ്ങനെ കയറി വന്നു കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു ഡിസേർട്ട് കാണാം. കണ്ടോ, വലിയ ഡിസേർട്ട്. ഇതേ നിറയെ പക്ഷികൾ പറക്കുന്നുണ്ട് കേട്ടോ ഇവിടെ. നമുക്ക് തന്നെ അറിയണില്ലേ. അതെ അവിടെ കൊറോണ ഇരിക്കണു. കണ്ട, ഇതിനെ നമ്മൾ ക്രീക്കിൽ അവിടെ ഒക്കെ കണ്ടിട്ടുണ്ട്. അതിനെന്താ പേര് ഞാൻ പറഞ്ഞു, സീഗൾ എന്നാ പേര്. അവിടെ വെയില് കാരണേ ഇതേ അവിടെ നിറച്ച് ഫ്ലെമിംഗോസ് ഉണ്ട്. എല്ലാം ഉണ്ട്. ദേ ഒരു കൊക്ക് നോക്കി, കുഞ്ഞേ കൊക്ക്. കൊക്കൊക്കെ എന്ന് പറഞ്ഞാലേ മനുഷ്യന്റെ വലിപ്പമുണ്ട് ഒരു കൊക്കിന്. നമ്മുടെ ചുള്ളന്റെ ഫോട്ടോഷൂട്ടാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ലേക്കില് അയ്യോ ഇതെന്തത് നല്ല ഭംഗിയുള്ള വെളുത്തരയന്നം കണ്ട. ഇത് ചെറിയൊരു ഇതാണ് കേട്ടോ, അശ്വതി ഓയാസിസ് എന്നൊക്കെ പറയുന്നുണ്ട്. ചെറിയൊരു, അത് ഇവർക്ക് വേണ്ടി മാത്രം കിട്ടിയേക്കാ തോന്നുന്നുണ്ട്. അരയന്നം പോണോ നോക്കിയേ, എന്തൊരു വലുതത്. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടി. അവിടെ നിറച്ചിരിക്കണ്ട്. ഇവിടെ ഒരു കൊക്ക് നിൽക്കണ്ട കേട്ടോ. കൊക്കിനൊക്കെ ഭയങ്കര വലിപ്പാ, ഹൈറ്റ് കണ്ട.